നമസ്കാരം. ഞാൻ പ്രദീപ്. കുറച്ച് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷേ ഇപ്പോൾ ഇത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. അതായത് നമ്മുടെ PM കിസാൻ ചെയ്യുന്നവർ മാത്രമാണ് കേരള ഫാർമർ രജിസ്ട്രി, അതായത് അഗ്രിസ്റ്റെക് എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ നടത്തിയ ഫാർമർ ID രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഫാർമർ ID രജിസ്ട്രേഷനിൽ ചില പോരായ്മകളുണ്ട് എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. അതായത് അത് ഫാർമർ ID ഇപ്പോൾ എല്ലാവർക്കും എടുക്കാൻ പറ്റില്ല. സ്വന്തം പേരിൽ സ്ഥലമുള്ളവർക്ക് മാത്രമാണ് അത് എടുക്കാൻ പറ്റുന്നുള്ളൂ. അതായത് പോക്കൂരും അടക്കാത്ത വസ്തുക്കൾ ഫാർമർ ID രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ പാട്ടകൃഷിക്കാർക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നില്ല. അതിപ്പോൾ എനിക്ക് അനുഭവപ്പെടാൻ കാരണമുണ്ട്. കാരണം വെച്ചാൽ നിലവിൽ നമ്മളിത് ചെയ്തവർ പ്രധാനമന്ത്രിയുടെ കാർഷിക സഹായം 2000 രൂപ ലഭിക്കുന്നവർ മാത്രമാണ് ഫാർമർ ID രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വളരെ ചുരുക്കം ആളുകളാണ് അല്ലാതെയുള്ളവർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ അനുഭവിക്കേണ്ടി വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ വർഷം ഇപ്പം ഖാരിഫ് തുടങ്ങിയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ വിള ഇൻഷുറൻസ് അത് ഫാർമർ ID ഇല്ലാത്തതിനാൽ പലർക്കും രജിസ്റ്റർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ നിങ്ങൾ വീണ്ടും അനുഭവിക്കാൻ പോകുന്ന മറ്റൊരു കാര്യം അതും അറിയിക്കാൻ പോവുകയാണ്. അതായത് നമുക്കിപ്പോൾ കാർഷിക ലോണുകൾ ലഭിക്കുന്നുണ്ട് ബാങ്കുകൾ മുഖാന്തരം. ഈ കാർഷിക ലോണുകൾ ഇനി തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ ഫാർമർ ID വേണ്ടി വരും എന്ന ഒരു മുന്നറിയിപ്പ് തരാൻ ആഗ്രഹിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിലും നമുക്ക് ഈ ഫാർമർ രജിസ്ട്രി കമ്പൽസറി ആയിരിക്കുകയാണ്. ഇന്ന് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻ ഫോമുകളിലും ഈ ഫാർമർ ID നമ്പർ കൊടുക്കണം എന്ന ഒരു കോളം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കമ്പൽസറി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ നിലവിൽ നമുക്ക് ഫസൽ ബീമ യോജന ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇത് പറഞ്ഞിരുന്നു, പക്ഷേ അത് അത്രയ്ക്കും പ്രചാരത്തിൽ വന്നില്ല. ആരും തന്നെ വളരെ കുറച്ച് പേര് മാത്രമാണ് എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അല്ലെങ്കിൽ സമീപഭാവിയിൽ നമുക്ക് കാർഷിക ലോൺ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് സമരം ചെയ്യേണ്ടി വരും. ഇത് ശരിയായ കർഷകരിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ കാർഷിക ലോണിലെ സബ്സിഡികളും ഒരു കർഷകനല്ലാത്തവരും അത് വാങ്ങിക്കുന്നുണ്ട്. അത് ശരിയാണോ, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് മാത്രമേ ഇത് കിട്ടാവുള്ളൂ എന്നുള്ളതെല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. താങ്ക് യു.